ലോകമനസാക്ഷിയെ പിളർത്തിക്കൊണ്ടാണ് ആ കണ്ടെയ്നർ ഗസയുടെ മണ്ണിലേക്ക് ഇസ്രയേൽ കൊണ്ടുവന്നത്. തങ്ങളുടെ മുന്നിൽ വെച്ച് വെടിവെച്ചും ബോംബ് വർഷിച്ചും കൊന്നൊടുക്കിയ പ്രിയപ്പെട്ടവരുടെ മയ്യത്തുകൾ അട്ടിയട്ടിയായി ഒരു കാർഗോ വാഹനത്തിൽ ഇസ്രയേൽ കൊണ്ടുവന്ന് തള്ളി. ഇസ്രയേലിൽ നിന്ന് കരോം ഷാലോം അതിർത്തി ക്രോസിംഗ് വഴി ഗസയിലെ ഖാൻ യൂനിസിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ എത്തിച്ച ആ വണ്ടിയിൽ നീല പ്ലാസ്റ്റിക് ഷീറ്റുകളിൽ പൊതിഞ്ഞ ജീവനറ്റ 89 മനുഷ്യ ശരീരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഗസയിലെ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിനെയും ഫലസ്തീൻ സിവിൽ ഡിഫൻസിനെയുമാണ് ഇസ്രയേൽ സേന ഈ മയ്യത്തുകൾ ഏൽപ്പിച്ചത്. അതിൽ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, നിരവധി സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. എന്നാൽ തിരിച്ചറിയാനാവാത്ത വിധം ജീർണിച്ചവയായിരുന്നു അവ. അതിലൊന്നുപോലും ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതവും. ഒരുപക്ഷെ ജീവനോടെ ഗസയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയതാവാം അവരെ. അതല്ല, കൊന്നശേഷം തട്ടിക്കൊണ്ടുപോയ മൃതദേഹങ്ങളുമാവാം. ആ കണ്ടെയ്നർ വണ്ടി കടന്നു വന്നപ്പോൾ വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അവിടെ. കാണാതായ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി തിരച്ചിൽ നടത്തുന്നവർ. മയ്യത്തെങ്കിലും കിട്ടിയാൽ മതിയെന്നോർത്ത് ഓടി വന്ന് ഓരോ കവറും വകഞ്ഞു മാറ്റുന്നവർ. മുഖം വികൃതമാക്കപ്പെട്ട, ചീഞ്ഞളിഞ്ഞ, തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായ ശരീരങ്ങൾ. ഇത് കണ്ണുപുത്തി തേങ്ങലോടെ പിറകിലേക്ക് മാറുന്ന ഉമ്മമാർ, സഹോദരങ്ങൾ, മക്കൾ. പലർക്കും അവരുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്തെങ്കിലും തിരിച്ചു കിട്ടുന്നുണ്ട്. അവസാനമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഖബറടക്കാനും അവർക്ക് കഴിയുന്നു. എൻ്റെ മകൻ്റെയും ഉപ്പയുടെയും മയ്യത്ത് പോലും ഇത്ര നാളായിട്ടും കിട്ടിയിട്ടില്ല. അവർ കൊല്ലപ്പെട്ടത് തന്നെ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അവരുടെ മയ്യത്ത് പോലും ലഭിക്കുന്നില്ലെങ്കിലോ? പ്രിയപ്പെട്ടവരെ തിരയാൻ ആശുപത്രിയിലെത്തിയ സിവിൽ ഡിഫൻസ് ജീവനക്കാരിയായ സോണിയ അബൂർലിജ എന്ന ഫലസ്തീൻ യുവതി പറഞ്ഞതാണിത്. തിരിച്ചറിയാനാവാത്ത നിലയിൽ ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ കൂട്ടത്തോടെ ഇസ്രയേലിൽ നിന്ന് ഗസയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് 4ാം തവണയാണ്. ആശുപത്രികളെല്ലാം തകർത്തതിനാൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള അവസാന ആശ്രയമായ DNA ടെസ്റ്റിനുള്ള സംവിധാനം പോലും ഇപ്പോൾ ഗസയിൽ ലഭ്യമല്ല. ഇതേ തുടർന്ന് ഖാൻ യൂനിസ് തുർക്കി സെമിത്തേരിയിൽ ബുൾഡോസർ ഉപയോഗിച്ച് കൂട്ടക്കുഴിമാടമൊരുക്കി ഈ മൃതദേഹങ്ങളെല്ലാം ഖബറടക്കുകയാണ് ചെയ്യുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.